മേടിക്കില്ല, കള്ളപ്പണം എനിക്ക് വേണ്ട. പണിയെടുത്ത അത്തരം മെഷീൻ കിട്ടുമോ? ഈ ചെറുക്കം നോക്കി രാവിലെ ആൾക്കാരാണ് നീ വരല്ലേ, ഞങ്ങൾ തന്നെ ഞാൻ ആദ്യം വിചാരിച്ചു എന്നെ നോക്കണത്. ഫോളോ ചെയ്യണം. നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ? ആ ക്യാമറ എടുക്കണ പയ്യൻ ഫോളോ ചെയ്തിട്ടില്ല. പിന്നെ നമസ്കാരം. നമ്മളിന്ന് നമ്മുടെ ഒപ്പം ഉള്ളത് ബേസിലാണ്. ബേസിൽ നമുക്ക് എല്ലാവർക്കും അറിയാം, നമ്മളെല്ലാ ടിവികളിലും സോഷ്യൽ മീഡിയയിലും നിറഞ്ഞു നിൽക്കുന്ന നമ്മുടെ സ്വന്തം താരമാണ് ബേസിൽ. നമ്മള് ശരിക്കും പറഞ്ഞാൽ ഒരുപാട് കാത്തിരുന്നാണ് ഇദ്ദേഹത്തിന്റെ ഒരു ഇന്റർവ്യൂ. എവിടെ ഉണ്ടായിരുന്നു? നമ്മുടെ ഉണ്ടമ്പടി തൊട്ട് നിങ്ങൾ അന്വേഷിക്കണം. അതെ, അപ്പൊ ഒരുപാട് സന്തോഷം. ഞാൻ നിങ്ങളുടെ പരിപാടി എല്ലാം കാണാം. എങ്ങനെ നമ്മുടെ വണ്ണപ്പുറം, നമ്മുടെ നാട്ടിൽ നിന്ന് പോയിട്ട് വണ്ണപ്പുറം മിസ് ചെയ്യുന്നുണ്ടോ? വണ്ണപ്പുറം ഭയങ്കര, ഞാൻ ഇടയ്ക്ക് വരാറുണ്ടല്ലോ ഇവിടെ. നാട്ടുകാർ കാണുമ്പോൾ നാട്ടിൽ നോക്കുമ്പോൾ ഞാൻ ഇവിടെ തന്നെ ഉണ്ട്. അല്ല അങ്ങനെയല്ല, നമ്മള് എറണാകുളം നിങ്ങൾ വരുന്നു, അത് ഡിസ്റ്റൻസ് ഒന്നും ഇല്ലല്ലോ, 2 മണിക്കൂർ യാത്രയല്ലേ ഉള്ളൂ. പറന്നു വരും. പിന്നെ പെട്ടെന്ന് വരും. കഴിഞ്ഞ ദിവസം വലിയ പ്രോഗ്രാം ഉണ്ടായിരുന്നു നമ്മുടെ കമ്പകാനത്ത്. അതെ, നിങ്ങൾ അവിടുത്തെ ആൾക്കാരെ മൊത്തം കയ്യിലെടുത്ത് കേട്ടല്ലോ. നാട്ടിൽ അത് ഭയങ്കര സപ്പോർട്ടായിരുന്നു. നാട്ടിൽ തന്നെ നമ്മൾ പരിപാടി ചെയ്യുക, അത് നമുക്ക് ഏറ്റവും വലിയ സന്തോഷമാണല്ലോ. അങ്ങനെ ചെയ്യാൻ പറ്റി. ഇപ്പൊ എങ്ങനെ, ഏതൊക്കെ രാജ്യങ്ങളിൽ പോയി? ഇപ്പൊ 2-3 രാജ്യങ്ങളിലൊക്കെ പോകാൻ സാധിച്ചു. അപ്പോഴേക്കും യുദ്ധം വന്നു. അതൊരു സങ്കടമായി, എല്ലാവരും സങ്കടമാണ്. പക്ഷെ നമ്മള് യുദ്ധം ഇങ്ങനെ 2-3 പരിപാടികളൊക്കെ ഇങ്ങനെ പല നമ്മുടെ ഫോറിൻ കൺട്രീസിലൊക്കെ വന്ന് നിന്ന സമയത്താണ് ഈ പറയുന്ന മിസൈൽ പൊട്ടുകയും പ്രശ്നം ഉണ്ടാവുകയും അവിടുത്തെ ആൾക്കാരാണ് നീ വരല്ലേ, ഞങ്ങൾ തന്നെ അപ്പൊ ഏതായാലും പ്രാഗ് എന്നൊക്കെ അങ്ങനെയൊക്കെ. നമുക്ക് സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കര വിഷമമാണ്. കാരണം പ്രോഗ്രാം കിട്ടാത്തതിന് മാത്രമല്ല, ഒരു യുദ്ധം നമ്മുടെ നെഞ്ചത്താണ്. അതെ, നമുക്കൊരു തമാശയാണെങ്കിൽ യുദ്ധം ശരിക്കും പറഞ്ഞൊരു കോമഡി അല്ലെന്നുള്ളത് പിന്നെ മനസ്സിലായത്. ഇപ്പൊ പട്ടിണി ഗ്യാസും ഇല്ല, ഒന്നുമില്ല അവിടെ അല്ലേ. എങ്ങനെയാ അപ്പൊ അതിനെപ്പറ്റി ശരിക്കും നമുക്ക് ബോധ്യമുള്ള ആളാ ഗ്യാസിന്റെ കേസൊക്കെ സ്വന്തം അതായത് എന്നെ സംബന്ധിച്ച് കഴിഞ്ഞാൽ നമ്മളിതിന്റെ ഈ ഭീകരത ഉണ്ടാവും നമുക്ക് പിന്നെ പ്രതീക്ഷിച്ചില്ലല്ലോ. എല്ലാവരും ബാധിച്ചത് സത്യമായിട്ട്. കഴിഞ്ഞ ദിവസം നമ്മള് റോട്ടിൽ കൂടെ ഹോട്ടലുകൾ, എത്ര ഹോട്ടൽ അടച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞത് നമ്മുടെ പ്രവാസികളായിട്ടുള്ള ആൾക്കാരുണ്ട്. നമുക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാനൊരു പ്രോഗ്രാമിന് പോകുന്നു, നമ്മുടെ ഇവിടുത്തെ മലയാളീസ്. അപ്പൊ ഞാൻ പോണ ഒമാനിൽ ആദ്യത്തെ പോകാൻ ഉദ്ദേശിച്ചത്. അപ്പൊ നമ്മുടെ വണ്ണപ്പുറംകാർ ഒരുപാട് പേര് അവിടെ ഉണ്ട്. അപ്പൊ കുറെ പേര് മെസ്സേജ് അയച്ചു, എടാ എന്നാ വന്നെ എന്നൊക്കെ ചോദിച്ചു മെസ്സേജ് അയച്ചു. നമ്മുടെ സലാല എന്ന് പ്രോഗ്രാം. പക്ഷെ എന്താ പറയാ, അവർക്ക് കാണാൻ പറ്റിയില്ല, ഒന്നുമില്ല. പക്ഷെ പിന്നീട് മനസ്സിലായി യുദ്ധം മൊത്തം യുദ്ധമാണ്. അപ്പൊ ഇപ്പൊ ഏതൊക്കെ ഫോറിൻ കൺട്രീസിൽ പോയിട്ടുണ്ട്? ഞാൻ കുവൈറ്റിൽ പോയി, ഒമാനിൽ നേരത്തെ പോയിരുന്നു. മലയാളികൾ അവിടെ ചെന്ന് നമ്മുടെ ഒരു സ്വീകാര്യത പിന്നെ എല്ലാവരും നല്ല, കാരണം നമ്മുടെ രണ്ടും കണ്ടുപിടിക്കേണ്ട ഒരു കാര്യമാണ്. നമ്മുടെ നാട്ടിൽ നിന്ന് ഒരാള് പുറത്ത് പോയി കഴിയുമ്പോൾ അവര് ചിലപ്പോൾ പറഞ്ഞാൽ എത്രത്തോളം ഹാപ്പിയാണ്, നമ്മളെ കാണുമ്പോഴാണ് ഹാപ്പിനെസ് വരുന്നത്, നമ്മുടെ ഓർമ്മപ്പെടുത്തലൊക്കെ വരുന്നത്. നമ്മളവിടെ ചെല്ലുമ്പോൾ ആദ്യമായിട്ട് പ്രോഗ്രാമിന് പോകുമ്പോൾ ഇവരുടെ സന്തോഷം ഭയങ്കര സപ്പോർട്ടാണ് അവരെ. ഭയങ്കര നമുക്ക് പ്രവാസി മലയാളികൾ, അറബികൾ വരെ സപ്പോർട്ടാണെന്നുള്ളതാണ്. അവര് വെള്ളം പിടിച്ചു. വെറൈറ്റി ഫുഡ് ഭയങ്കര സന്തോഷം കേട്ടോ. നമുക്ക് നമ്മുടെ സമയത്തോളം ഏറ്റവും സന്തോഷമാണ്. ഓക്കെ, നമ്മുടെ നിങ്ങളുടെ പരിപാടി പൈസയുടെ പണി ചലഞ്ച് ഇപ്പൊ ഇങ്ങനെ നടന്നു. ഞാൻ വേറെ സോറി, ഞാൻ ഈ റോട്ടുകളെ പോയി ഇവിടെ പൈസ കൊടുക്കണായിട്ട് അത് ചുമ്മാ ഇറങ്ങിയൊക്കെ രാവിലെ പണിയാൻ പോകുന്ന ചേട്ടന്മാര് വരെ എന്നാ ഒരു കാര്യം ജീവനൊന്നും പിടിച്ചിട്ട് പൈസ പഠിച്ചിട്ട് പോകാം. അതാണ് പൈസയുടെ ഒരു, അതാണ് നമ്മുടെ കയ്യിൽ അവർക്ക് ഗുണമുണ്ടെന്ന് കാണുന്നില്ല. അതാണ് നമ്മുടെ പ്രേക്ഷകർക്ക് വേണ്ടി എന്തെങ്കിലും 2-3 ഐറ്റംസ് ഇടാൻ പറ്റുമോ? പ്രേക്ഷകർക്ക് വേണ്ടിയിട്ട് എന്താ വേണ്ടേ, ആരെ വേണ്ടേ? നമുക്ക് ചോദ്യങ്ങൾ ബ്രോഡ് ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള ആരെങ്കിലും? സുരേഷ് ഗോപി മതിയോ? സുരേഷ് ഗോപി ഞാൻ ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ അങ്ങനെയല്ലോ, എല്ലാവരും ഫേവറേറ്റ് ആണ്. പക്ഷെ നമുക്ക് കുറച്ചും കൂടെ ലൈവ്നെസ് ഫീൽ ചെയ്യുന്ന ഒരു ആർട്ടിസ്റ്റ് ആണല്ലോ സുരേഷ് ഗോപി സാർ. അപ്പൊ അദ്ദേഹത്തിന്റെ വേണമെങ്കിൽ എന്ത് വേണമെങ്കിലും ചോദിക്കാം. ഇപ്പം നമ്മുടെ മണിച്ചലഞ്ചിനെ പറ്റി സുരേഷ് ഗോപി സാർ വണ്ണപ്പുറത്ത് വന്നിട്ടുണ്ടോ? ഞാൻ സുരേഷ് ചേട്ടനായിട്ട് വരാട്ടോ ഫ്രണ്ടിലേക്ക്. അപ്പൊ ഞാൻ സുരേഷ് ചേട്ടനായിട്ട് പോവാണ്. അപ്പൊ വിളിച്ചോ സുരേഷ് ചേട്ടൻ? സുരേഷ് ചേട്ടാ നമുക്ക് മണിച്ചലഞ്ച് പങ്കെടുത്താലോ? എന്താ മണി ചലഞ്ച്? ഞാൻ അങ്ങനെയുള്ള നേരിട്ട് ATM നിന്ന് വലിച്ചെടുക്കുന്ന പരിപാടിയുള്ളൂ. ഒരാളുടെ ഡയറക്റ്റ് മേടിക്കില്ല, കള്ളപ്പണം എനിക്ക് വേണ്ട. നമ്മുടെ സുരേഷ് ഗോപി സാർ നമ്മുടെ മണി ചലഞ്ച് പങ്കെടുത്താൽ എങ്ങനെയുണ്ടെന്ന് ബേസിൽ ഇപ്പൊ കാണിച്ചിട്ടുണ്ടോ? സുരേഷ് ചേട്ടാ മണി ചലഞ്ച് ആദ്യം പുള്ളിയുടെ എക്സ്പ്രഷൻ ഉണ്ട്. ഇത് ഈ പൈസ കാണുമ്പോൾ ഉള്ളൊരു സാധനം ഉണ്ട്. അതെയോ? ദൈവമേ, കണ്ടുപിടിച്ചോട്ടോ. പൈസയല്ല, നിങ്ങളുടെ ആ ഒരു മുഖം എന്നെ വല്ലാതെ ആകർഷിച്ചു. ഇത് മണി ചലഞ്ച് നമ്മുടെ പേജ് ഫോളോ ചെയ്യാൻ എന്നാലേ പറ്റുള്ളൂ. പേജ് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഫോൺ എടുത്ത് നോക്ക്. ഏതാ നിങ്ങളുടെ പേജ്? ബിബി ടെക് ആൻഡ് ബ്ലോഗ്സ്. ബേബി ടെക് ആൻഡ് ബ്ലോഗ്സ് നോക്കട്ടെ. ഫോളോ ചെയ്ത് വെച്ചു. ഞാൻ ഫോളോ നമ്മുടെ സുരേഷ് ഗോപി സാർ വരെ ഫോളോ ചെയ്ത് വെച്ചിട്ടുണ്ടോ? ഫോളോ ചെയ്യാം. ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 10ന്റെ എണ്ണം ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. ഈശ്വരാ, 10ന്റെ ആണോ? ഇനി അതല്ല, വേറെ ഉണ്ട്. നമ്മുടെ ചാനൽ പാർട്ട്ണറുടെ പേജ് XOY, അത് ഞാൻ ഫോളോ ചെയ്തിട്ടുണ്ട്. വേറെ ഫോണിൽ നോക്കാം. കുറെ ഫോൺ ഉണ്ടല്ലോ. ഇത് മോദിജി വിളിക്കണ ഫോൺ, ഇത് തൃശ്ശൂരുകാർ വിളിക്കണ ഫോൺ. ഇനിയിപ്പോ അതുണ്ട് നമ്മുടെ യൂട്യൂബില്, ഫേസ്ബുക്കിൽ, ഇൻസ്റ്റാഗ്രാമിൽ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ 50ന്റെ എണ്ണം. 50ന്റെ എണ്ണം. ഞാൻ ആദ്യം ഏതാ എണ്ണുണ്ട്? അല്ല, ഇപ്പൊ നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ട്. ഫോളോ ചെയ്തിട്ടുണ്ട് ഞാൻ. അങ്ങനെയാണെങ്കിൽ പിന്നെ 80ന്റെ എണ്ണം.
സുരേഷ് ഗോപി സാറിന്റെ എണ്ണം പോണം. 30 കേട്ടോ. ദൈവമേ, സർവ്വ ദൈവങ്ങളെ മനസ്സിൽ ധ്യാനിച്ച് ഈ പൈസ ഞാൻ സാധാരണ കോടീശ്വരം പരിപാടിയിൽ പൈസ അങ്ങോട്ട് കൊടുക്കാം. ഇതിപ്പോ നമ്മൾ ആദ്യമായിട്ട് ബിബി ടെക്കാൻ ബ്ലോഗ്സ് അവതരിപ്പിക്കുന്ന പരിപാടിയിൽ എണ്ണം പോകും. 1 2 3 4 5 6 7 8 9 10 11 12 10 സെക്കൻഡ് 13 പൈസ 15 16 17 18 19 20 21 23 ആയില്ല, സമയം ആയിട്ടില്ല, സമയം കഴിഞ്ഞു. 24 സമയം കഴിഞ്ഞു. 26 എന്റെ സമയം കഴിഞ്ഞിട്ടില്ല. സമയം കഴിഞ്ഞു. 29 രൂപ 29,000. എത്രയാണത്? അത് 50 നോട്ടാ. 50ന്റെ നോട്ട്. ഈ നോട്ട് എണ്ണിച്ച് എല്ലാവർക്കും എന്റെ ചക്കര ഉമ്മ. ഈ നോട്ട് എനിക്കല്ലേ, ഈ നോട്ടല്ല ഈ നോട്ട്. എന്റെ ഗോകുലിന് ഇത് കൊടുക്കണം. പെട്ടെന്ന് എടുക്ക. എത്രയുണ്ട്? 29 എന്തോ ഉണ്ട്. 29 നോട്ട് എണ്ണി പിടിച്ചോ, കൊണ്ടോക്കോ. ഈ പൈസ പാവങ്ങൾക്ക് ഞാൻ കൊടുക്കും കേട്ടോ. എന്റെ കാശ് പോയി. ബാക്കി പൈസ തരാൻ പൈസ എനിക്ക് കിട്ടി. ഇങ്ങനെ തരാൻ ഇനി ആരാ ഇനി ആരാ വേണ്ടത്? ശ്രീകണ്ഠൻ നായർ, ഷൈൻ ടോം ചാക്കോ എണ്ണി കഴിഞ്ഞിരിക്കുന്നത്. ഞാൻ പറഞ്ഞു. ഇനി ആരായിരിക്കും ബസ്സിലോട്ടാ? ഷൈൻ ടോം ചാക്കോ എണ്ണ. ഷൈൻ ടോം. ഓക്കെ, എന്നാൽ ക്യാഷ് നമുക്ക് തിരിച്ചു. ഇത് നമ്മുടെ മണി ചലഞ്ച്. മണിയോ? എന്ത് മണി? ക്യാഷ് മണി. ക്യാഷ് മണി. ഇപ്പൊ അതെ, ഞാൻ വിചാരിച്ചു നിങ്ങൾ വേറെ എന്തൊരു മണിയാണ്. 10 20 അമ്മേനുണ്ട്. 500 500 ഇല്ലടാ. 500 പിന്നെ എന്തിനാ ഈ പൈസ കൊണ്ട് നടക്കണ? വേറെ കെട്ടിട്ട് ഇതൊക്കെ എങ്ങനെയാണ് ഈ പൈസ? ഇത് വലിക്കുമ്പോ തന്നെ സമയം പുറേ പോകൂലേ? പിന്നെ വലിക്കുമ്പോ പൈസ ഞാൻ 10 അമ്മേന്റെ ഉള്ളിൽ മേടിച്ചു വെച്ചിട്ടുണ്ടോ? തുപ്പലം വെള്ളം. ഞാൻ പൈസ അതിനൊരു കണ്ടീഷൻ ഉണ്ട്. പേജ് ഫോളോ ചെയ്ത് വെക്കണം. എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട്. ഞാൻ അല്ലേ സാധാരണ. നീ എന്നെ ഫോളോ ചെയ്തിട്ടുണ്ടോ? ഇല്ല. എന്നെ ഫോളോ ചെയ്താൽ എങ്ങനെയാണ് ഞാൻ പൈസ എണ്ണേ? നീ ആദ്യം എന്നെ ഫോളോ ചെയ്താലല്ലേ ഞാൻ നിന്നെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ഫോളോ ചെയ്തല്ലേ? നീ എന്നെ ഫോളോ ചെയ്താൽ മാത്രമേ എനിക്ക് നിന്നെ ഫോളോ ചെയ്യാൻ പറ്റുള്ളൂ. ആണോ? ഫോളോ ചെയ്യണം. നിങ്ങൾ ഫോളോ ചെയ്തിട്ടുണ്ടോ? ആ ക്യാമറ എടുക്കാൻ പയ്യൻ ഫോളോ ചെയ്തിട്ടില്ല. നമ്മുടെ സമയമൊക്കെ ഉണ്ട്. സമയമൊക്കെ വെച്ചിട്ടാണ്. സമയം വെച്ച് 30 സെക്കൻഡ് 30 സെക്കൻഡ് കിട്ടിയില്ല. 40 സെക്കൻഡ് എണ്ണിട്ടുണ്ട്. പിന്നെ 30 സെക്കൻഡ്. 1 2 3 4 5 6 7 8 9 10 11 12 13 14 15 16 17 18 19 20 22 23 24 25 26 27 28 29 30 10 സെക്കൻഡ് 31 32 33 34 35 36 37 20 സെക്കൻഡ് ആവുമ്പോൾ 40 41 42 സെക്കൻഡ് ആവുമ്പോൾ 48 41 42 50 52 56 560 രൂപ 560 രൂപ കിട്ടി. 56 രൂപ 560 രൂപ കിട്ടി. ചുമ്മാ കിട്ടോ, പണിയാൻ പോയി കിട്ടും 560 രൂപ. ആരെങ്കിലും കടം തരുവോടാ 560 രൂപ? എന്റെ കാശ് വീണ്ടും പോയി. ഉണ്ടോ? പിന്നെ ഇവരുടെ മഞ്ഞ കവറിട്ട് കെട്ടി വെച്ചേക്കണോ? ദൂരായിരിക്കാൻ വേണ്ടി കെട്ടി വെച്ചാൽ കാരണം ബാങ്കുകാർക്ക് കെട്ടി വെക്കാം. കാരണം ബാങ്കിലേക്ക് കെട്ടി വയ്ക്കാൻ പൈസ ഇടുമ്പോഴാണ് വിഷയം. എന്തെങ്കിലും കുറെ കാശ് എന്റെ മേടിച്ചെടുത്തു കേട്ടോ. ഇനി ആരെണ്ണം പോണേ? ഇത് നമ്മുടെ ജാഫ്രിക്ക് എനിക്ക് തിരിച്ചു തന്നെ കേട്ടോ. എനിക്ക് കിട്ടിയതല്ലേ ഇത്? അല്ലല്ല, ഒരിക്കലും അല്ല. അപ്പൊ ഇനി അടുത്ത എണ്ണം പോണേ ബേസിൽ ബ്രോ? ഇത് നമുക്ക് ജാഫ്രിക്ക പൈസ എണ്ണി അങ്ങനെ ഇരിക്കുന്നു. ജാഫ്രിക്ക. അപ്പൊ ജാഫ്രിക്ക മണി ചലഞ്ച് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? ഇത് മണി ചലഞ്ച് ഇപ്പത്തെ ട്രെൻഡിങ് സാധനല്ലേ? ഇത് എല്ലാവർക്കും പൈസ കൊടുത്ത് നിനക്ക് എന്താ ഗുണമുള്ളേ? നീ പണിയെടുക്കുമ്പോൾ പൈസ നാട്ടുകാർക്ക് കൊടുക്കുക. അതൊക്കെ ഒരു സ്നേഹല്ലേ? എന്താ പറയാ സ്നേഹം? നമ്മുടെ പേജ് ഫോളോ ചെയ്തിട്ടുണ്ടോ നോക്ക്. എല്ലാം ഫോളോ ചെയ്തിട്ടുണ്ട് ഞാൻ. ബിബി ടെക്കാൻ ബ്ലോഗ്സ്, പിന്നെ വിപിഎം ന്യൂസ് ഫോളോ ചെയ്തിട്ടുണ്ടോ? എനിക്കറിയാം, നീ മണപ്പുറത്തല്ലേ? അതേന്നേ. പിന്നെ നിന്നെ അറിയാതെ ആൾക്കാരല്ലോ. എന്നാ ഒരു കാര്യം ചെയ്യ്. പെൻഡിങ് കണ്ടാ നീ വായം പിടിച്ച് ചെറിയ പൈസ വന്നിട്ടുണ്ടായിരിക്കും. 10 എണ്ണി തീർക്കാനാ. പിന്നെ അല്ലാതെ ചുമ്മാ ആകെ ഉള്ള അമ്പാ ചെറിയ പൈസ ഞാൻ കൈ വെച്ചുക. 10 ഉണ്ട് 20 ഉണ്ട്. അതിൻ്റെ 20 ഉണ്ടെന്ന് പൈസ ഉണ്ട്. ഇതല്ലാതെ സമയമൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെയാ ചുമ്മാ ചടിക്കേറി ചേരും. അല്ലാതെ ചുമ്മാ വായം പിടിച്ച് ഞാൻ വണ്ണപ്പുറത്തെ പിന്നെ വണ്ണപ്പുറത്ത് അറിയാന്നൊക്കെ പറഞ്ഞു. വണ്ണപ്പുറത്ത് എല്ലാവരും എനിക്കറിയാം. നിന്റെ മോൻ കണ്ട് എനിക്ക് മനസ്സിലായി. നിന്റെ ചെറുപ്പത്തിൽ മനസ്സിലായ സമയം ടൈം സ്റ്റാർട്ട് ആവും. എനിക്ക് ആ സ്റ്റൈൽ കിട്ടണം. 1 2 3 4 5 6 7 18 8 9 എന്നത് പൊക്കട്ടേന്ന് 11 12 13 14 15 16 17 18 19 20 21 22 23 24 25 26 27 28 29 30 31 മിനിറ്റ് നടന്ന 40 40 41 42 ഞാൻ ഓഫീസിൽ 55 56 57 60 സെക്കൻഡ് 62 62 ഇല്ല 20 സെക്കൻഡ് ആവണുള്ളൂ. അങ്ങനെ മിണ്ടരുത്. ആവണില്ല. 65 സമയം എണ്ണാൻ പറ്റുന്ന ലൈസാണ് കെട്ടിച്ചു പോവാ. ഇനിയിപ്പോ ഇല്ല, അത്രേ ഉള്ളൂ.
ഇത്രയും കിട്ടി, ഇത്രയും പൈസ കിട്ടി, പണിയെടുത്ത് ഇത്രയും പൈസ കിട്ടുമോ? ഈ ചെറുക്കൻ നോക്കി രാവിലെ നീ ഒരു കാര്യം ചെയ്യേണ്ടി ഈ 10 50 കൊണ്ടല്ല, ഇതിന് 5000 രൂപയുടെ 5 കിട്ടുവാ. 5000 5 കേട്ടോ. പിന്നെ അല്ലാതെ നീ ചുമ്മാ ഈ ചെറിയ പൈസ കൊണ്ടുവന്ന് കഴിഞ്ഞാൽ ഈ സമൂഹത്തിൽ ജാഫർക്ക് ഇങ്ങനെയൊക്കെ പറഞ്ഞു ശരിയാവണേ. പൈസ അതുകൊണ്ടും പോകും. നീ എല്ലാ ദിവസം എന്റെ വീട്ടിലേക്ക് വാ, നമുക്ക് എന്നെ കളിക്കാം. സംഭവം ചോറാണ്. നിങ്ങൾ ഇത് മൊത്തം ആൾക്കാരെ മൊത്തം എടുക്കുകയാണല്ലോ. ഇവര് എണ്ണി കഴിഞ്ഞ എങ്ങനെ ആയിരിക്കും അല്ലേ? എല്ലാവർക്കും ഭയങ്കര സന്തോഷം. 10 നോട്ട് എണ്ണിയാലും അവർക്ക് ഭയങ്കര സന്തോഷം. അല്ല, ഞാൻ ഞാൻ ചുമ്മാ പറഞ്ഞോട്ടെ, ഞാൻ പറഞ്ഞ അതൊരു അവർക്ക് സന്തോഷമാണ്. കാരണം പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിട്ട് വേറെ കഴിഞ്ഞ ദിവസം ഒരാൾ പറഞ്ഞിട്ട് ഒന്ന് ക്യാമറയും കൊണ്ട് എണ്ണി കാണിച്ചാൽ മതി, എനിക്ക് പൈസ നിന്റെ വേണ്ട, പക്ഷെ എനിക്ക് ആഗ്രഹമാണ്. പൈസ കൈ കിട്ടുമ്പോ ഒരു സന്തോഷം, പിന്നെ പോകുമ്പോ മേടിച്ചോണ്ട് പോകുമ്പോഴാണ്. അത് പൈസ കൊടുക്കുമ്പോ എനിക്ക് സന്തോഷമല്ല. സ്പോൺസർ ചെയ്യുന്നതാണ്. നമുക്ക് ഓരോ സ്പോൺസർ ഉണ്ട്. അല്ലെങ്കിൽ നമ്മളിപ്പോ ഇനിയിപ്പോ ഇപ്പൊ ഇങ്ങനെ സംഭവം ലൈവായിട്ട് വരികയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ നിന്ന് എടുക്കാനുള്ള പ്ലാനാണ്. അങ്ങനെ ഉണ്ടല്ലേ? ഇപ്പൊ ഓണായി വരുമ്പോ അത്രയും പൈസ ഉണ്ടെന്നാണ് അർത്ഥം. ഉബൈദാണ് ട്രെൻഡിങ് ആയിട്ടുള്ളത്. അപ്പൊ ഉബൈദിന് ശരിക്കും മൈജി സ്പോൺസർ എന്നാണ് 500 കൊടുക്കുന്നത്. നമുക്ക് സ്പോൺസർ ചെറിയൊരു സ്പോൺസർ, പിന്നെ നമ്മുടെ ചെലവൊക്കെ നമ്മൾ അല്ലാണ്ട്, പിന്നെ അത് കൂടുതൽ നിങ്ങളിപ്പോ കിട്ടില്ലെങ്കിൽ നിങ്ങൾ തന്നെ പൈസ എടുക്കുക. അല്ലാണ്ട് ഇപ്പൊ ചെയ്യണം. ഇതിപ്പോ നിലവിൽ സ്പോൺസർ തന്നിട്ടുണ്ട്, അതുകൊണ്ട് നമ്മൾ കൊടുക്കണം. ഇല്ലെങ്കിൽ നമ്മുടെ സ്പോൺസർ നമ്മുടെ കയ്യിൽ പോകും. ചില ദിവസം നമ്മൾ അങ്ങനെ ചെയ്യാറുണ്ട്. അപ്പൊ അതിന് 2 വീഡിയോ ഞങ്ങൾക്ക് അങ്ങനെ അല്ലാത്തൊരു ഡിസേബിൾ ആയിട്ട് ആൾക്കാർക്ക് കൊടുക്കണമെന്ന് ഞങ്ങൾ ആ വീഡിയോ ഇട്ടില്ല. കാരണം അത് ആ ഒരു പ്രൊമോഷൻ അത് നമ്മൾ ചാരിറ്റി രീതി തന്നെ. നമുക്ക് അങ്ങനെ ചെയ്യുന്ന സമയത്ത് 1-2 പേര് നമ്മൾ കണ്ണിപ്പെട്ടു. അത് നമ്മൾ വീഡിയോ ചെയ്തില്ല. കാരണം നമ്മളത് അവർക്ക് എണ്ണാൻ വേണ്ടി കൊടുത്തു. അവർക്ക് എണ്ണാവുന്ന ആ ഒരു സമയം നമ്മൾ ചലഞ്ച് ആയിട്ട് തന്നെ വീഡിയോ പോസ്റ്റ് ചെയ്തില്ല. ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് എങ്ങനെ ലാഭം കിട്ടണ? അല്ലെങ്കിൽ ലാഭം ആക്ച്വലി അല്ല, ഇത് നമുക്ക് ഒരു പ്രൊമോഷൻ എന്ന രീതിയിൽ നമ്മളിപ്പോ എല്ലാവരും ചെയ്യുന്നു. നമ്മുടെ നാട്ടിൽ ആരും ചെയ്തിട്ടില്ല, നമ്മുടെ വണ്ണപ്പുറത്ത് ആരും ഇതുവരെ വന്നിട്ടില്ല. നിങ്ങൾ എല്ലാവർക്കും അറിയാട്ടോ. ഞാൻ പോകുന്ന വഴിക്ക് തന്നെ ഒരുപാട് പേര് നോക്കുക. ഞാൻ ആദ്യം വിചാരിച്ചു എന്നെ നോക്കണത്. ഞാൻ ഫ്രണ്ടിൽ ഞാൻ ചേട്ടനല്ല, പിന്നെ പൈസ ആള്, പിന്നെ എന്നല്ല എന്നല്ലേ പൈസ പൈസ അല്ല, അങ്ങനെ സംഭവം കേട്ടോ. നമ്മള് പൈസയുടെ കണ്ട് അതാണ്. അല്ല, നമ്മൾ ഇത്ര നാളും വീഡിയോസ് ചെയ്ത് ഇപ്പൊ ഫോളോ ചെയ്യാൻ പറയുമ്പോ ആർക്കും ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ മണി ചലഞ്ച് ചെയ്ത് ജസ്റ്റ് പൈസ കാണിച്ചതേ ഉള്ളൂ. അല്ല, ഇവർക്ക് പൈസ കൊടുക്കുന്നില്ലേ? പൈസ കൊടുക്കുന്നുണ്ട്. അല്ല, ഞാൻ പറഞ്ഞ പൈസ ഞാൻ ജസ്റ്റ് കാണിച്ചതേ ഉള്ളൂ. ജസ്റ്റ് കാണിച്ച് വീഡിയോ ഇട്ടപ്പോ തന്നെ ഫോളോവേഴ്സ് ഇങ്ങനെ കുത്തനെ അങ്ങ് പൊങ്ങി. അതാണ് പവറെന്ന് പറഞ്ഞത്. ഇനി നോക്കാം. ഇനി ആരാ മണി ചലഞ്ച് പങ്കെടുക്കാൻ? ഇപ്പൊ ഞാൻ കുറെ പേര് ഇപ്പം അനുകരിക്കുന്നതിൽ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ജോസ് കെ മാണിനെ ചെയ്യാം. ജോസ് കെ മാണി സാർ ആണെങ്കിൽ ജോസ് കെ മാണി ആണെങ്കിൽ ഇഷ്ടമുള്ള പൈസ പുള്ളിക്കണ്ട. പുള്ളി ധനവുമായി ബന്ധപ്പെട്ട ഒരാളാണല്ലോ. നമ്മുടെ അടുത്ത് ജോസ് കെ മണി വരുന്നുണ്ട്. സാറേ, മണി ചലഞ്ച് പങ്കെടുക്കാൻ താല്പര്യമുണ്ടോ? മണി ചലഞ്ച് എന്റെ ചാച്ചൻ എപ്പോഴും പറയും മണി ചലഞ്ചിനെ പറ്റി. പാലായെ സംബന്ധിച്ച് ഇത് മുഴുവൻ എനിക്ക് പൈസ എത്രയുണ്ടെന്ന് എനിക്കറിയാം. പാലായെ സംബന്ധിച്ച് ഇത് 1,00,000 എത്രയുണ്ട്? ഇത് എണ്ണേണ്ട ആവശ്യം. ചലഞ്ചാണ്. ഈ പൈസ എത്രയുണ്ടെന്ന് എനിക്ക് അറിയാൻ പറ്റും. ഒന്ന് കുലുക്കി നോക്കണം. 35,555 രൂപ 50 പൈസയുണ്ട്. 50 പൈസ എങ്ങനെയുണ്ട് നമ്മുടെ എക്സ്പീരിയൻസ്? പൈസ എല്ലാം കയ്യിലുണ്ടല്ലേ? പൈസ എല്ലാം പോക്കറ്റിൽ. താങ്ക് യു സോ മച്ച്. വളരെ സന്തോഷമാണ്. നമുക്ക് ഒരു എന്റർടൈൻമെന്റ് രീതിയിൽ നമ്മുടെ നാട്ടിൽ നിന്ന് ഞാൻ ഒരുപാട് ആഗ്രഹിച്ചായിരുന്നു നിങ്ങളത്. കുറെ പ്രാവശ്യം അപ്രോച്ച് ചെയ്ത് വരുമ്പോ ഒക്കെ പുള്ളി വരുമ്പോൾ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പൈസ ഞാൻ ഒരുപാട് ആഗ്രഹിച്ചു പുള്ളിയുടെ ഇന്റർവ്യൂ ചെയ്യണം, നിങ്ങളെ കാണിക്കണം എന്നൊക്കെ. പക്ഷെ നമ്മള് കുറെ ദിവസം ട്രൈ ചെയ്യണം ബ്രോ. കാരണം നിങ്ങൾ വിളിക്കുമ്പോൾ എല്ലാം ഇന്റർനാഷണൽ ട്രിപ്പാന്ന് പറഞ്ഞത്. പിന്നെ ആള് രക്ഷപ്പെട്ടെ നമ്മുടെ നാട്ടിൽ നിന്ന് ഒരുപാട് പുറത്ത് പോയി. വണ്ണപ്പുറം നാടെവിടെ? വണ്ണപ്പുറം. ആദ്യം പറഞ്ഞ നാടെവിടെ ഇരിക്കുമ്പോൾ തൊടുപുഴയാണോ ഇടിക്കാതെ? അത് ബ്രോ എന്റെ അബദ്ധം പറ്റിയതോ. അത് നാടെവിടെ? മലപ്പുറം പറഞ്ഞല്ലത്. അതെന്നാ സംഭവിച്ച നമ്മളൊരു അത് സത്യാവസ്ഥ എന്ന് പറയട്ടെ. നിങ്ങൾ ആൾക്കാരൊന്ന് കാണിക്കണം. അത് ഭയങ്കര വിഷയമായി. ഇപ്പൊ നാട്ടിലിറക്കുമ്പോൾ നീ ആദ്യം അങ്ങനെ പറഞ്ഞു പറയും. അങ്ങനെയല്ല സംഭവം. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ആ ഷൂട്ടിനെ ആദ്യമായിട്ട് ഒരു ഫ്ലോറിൽ കയറുക ഫ്ലവേഴ്സിന്റെ. അപ്പൊ ഈ ടെൻഷനായിട്ട് നമുക്ക് എന്താ പറയാ, അപ്പൊ അല്ല ഇതിപ്പോ ചൂട് ഇതാണ്. അപ്പൊ അറിയാലോ ചൂട്. അപ്പൊ ഇതിനെ സംബന്ധിച്ച അപ്പൊ പറഞ്ഞു ഇങ്ങനെ മറ്റേ ആങ്കർ പുറത്ത് പെട്ടെന്ന് പോണം, പെട്ടെന്ന് തന്നെ പറയണമെന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ മെയിൻ സ്ഥലം പറഞ്ഞാൽ അവിടുത്തെ ഗ്രൂമേഴ്സ് പറഞ്ഞതാ. അങ്ങനെ ഞാൻ ആ സ്ഥലം ഒന്ന് പറഞ്ഞതാ. നമ്മളിപ്പോ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മൾ മെയിൻ തൊടുപുഴന്നല്ല പറയാ. ഇപ്പൊ അങ്ങനെ പറയല്ലോ. അത് നമ്മുടെ നാട്. ഞാൻ ഇപ്പൊ പുറത്ത് വിദേശത്ത് നിന്നിട്ട് ചോദിക്കുക, അപ്പൊ എവിടെ നാട് എവിടെയാന്ന് ചോദിക്കുമോ? അത് കിട്ടിയോ? എവിടെയാ? ഇടുക്കി പറയോ, തൊടുപുഴ പറയോ, വണ്ണപ്പുറം പറയോ, മുന്നപ്പടി പറയോ? ഞാൻ എറണാകുളം പറയും, അല്ലെങ്കിൽ തൊടുപുഴ പറയും. തൊടുപുഴയാണ് നമ്മൾ അറിയപ്പെടുക. ശരിക്കും പറഞ്ഞു ചെന്ന് കഴിഞ്ഞാൽ അത് തന്നെ പറയുള്ളൂ. ഏറ്റവും മെയിൻ ആയിട്ടുള്ള ടൗൺ ഏതാ പറയാം, അതാണ് ആൾക്കാർക്ക് അറിയുള്ളൂ. അപ്പൊ അത് ഞാൻ ചോദിക്കാം തൊടുപുഴ എവിടെ? അപ്പൊ നമ്മൾ പറയും മണ്ണപ്പുറത്ത് മുണ്ടമ്പടി എന്ന് പറയും. ഇതിന് വെച്ചാൽ അങ്ങനെ ചോദിക്കാനുള്ള സ്ഥലം ആ ഒരു സ്പേസിൽ അത് ചോദിക്കാനുള്ള വേദി അല്ലാത്തത് കൊണ്ടാണ്
നമ്മൾ തൊടുപുഴ പറഞ്ഞു. നമ്മൾ ആവത്തും പറ്റി. അതാണ് അത് ഭയങ്കര ഒരു വിഷയമായത്. അത് ഭയങ്കര നമുക്കൊരു ബുദ്ധിമുട്ടും നമുക്കൊരു പ്രശ്നമായി. ആ പ്രോഗ്രാം ആൾക്കാർ എൻജോയ് ചെയ്യുന്നതിനേക്കാൾ അപ്പുറം അതാണ് ആൾക്കാർ ഫോക്കസ് ചെയ്തത്. അല്ല, നമ്മൾ നെഗറ്റീവ് പറയാനായിട്ട് ഒരുപാട് ഇപ്പൊ ഞാൻ മണിച്ചെല്ലാം ചേട്ടൻ വന്നപ്പോൾ ആൾക്കാർ ഒരുപാട് നെഗറ്റീവ് പറഞ്ഞു. 10ന്റെ നോട്ടുള്ളൂ, ഇവൻ 500ന്റെ 1000ന്റെ ഇല്ലെന്ന് വരെ ചോദിച്ച ആൾക്കാരുണ്ട്. നോട്ട് കാരണം വെച്ച് കഴിഞ്ഞാൽ ആൾക്കാർക്ക് ആക്രമണമാണ്. അതെ അതെ അതെ, പൈസയോടുള്ള അല്ല, നമ്മൾ ഈ പറഞ്ഞ നമ്മളുള്ള സ്നേഹം കൊണ്ടോ അല്ലെങ്കിൽ പറഞ്ഞ മണി ചലഞ്ച് പങ്കെടുക്കാനുള്ള പൈസ മൊത്തം കൊണ്ടുപോകണം. പിന്നെ അതൊരു നമ്മളിതൊരു ഒരു എന്റർടൈൻമെന്റ് ആയിട്ട്. പിന്നെ ഞാൻ മനസ്സിലാക്കുന്നത്, ഞാൻ ഇപ്പോഴും പറയുന്നു, നമ്മൾ അങ്ങനെ വലിയ സെലിബ്രിറ്റീസ് ലെവലിൽ അങ്ങനെയല്ല. നമ്മൾ സാധാരണക്കാരാണ്. നാട്ടിലേക്ക് നമ്മൾ എന്ത് പരിപാടിക്ക് നമ്മളുണ്ട്. നമ്മൾ പിന്നെ ജീവിക്കാൻ വേണ്ടിയാണ് ബ്രോ എല്ലാവരും ഇങ്ങനെയൊക്കെ പോകുന്നത്. നമ്മൾ ജീവിക്കാൻ വേണ്ടിയാണ് നമ്മുടെ ആഗ്രഹത്തിനനുസരിച്ചുള്ള ഇതിലേക്ക് പോകുന്നത് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് മനസ്സ് സന്തോഷം കിട്ടാൻ വേണ്ടിയാണ് ആ മേഖല തിരഞ്ഞെടുത്ത് നമ്മളങ്ങ് പോണത്. അതിനകത്ത് ഫിനാൻഷ്യൽ സംഭവം ഉണ്ട്, നമുക്ക് പിന്നെ അത് ഉണ്ട്. അല്ല, എന്നാലുള്ള നമ്മൾ പറഞ്ഞാൽ നമ്മുടെ വയറ് കരഞ്ഞു പിന്നെ നമുക്ക് അതിന് വേണ്ടിയാണ് പോണത്. അല്ലാതെ ഞാൻ ഇവൻ മറ്റേ മിമിക്രി വലിയ സംഭവം, ഞാൻ അങ്ങനെ വലിയ സംഭവം ഒന്നും അല്ല. ഇപ്പൊ മഹേഷ് നമ്മുടെ കൂട്ടുകാരൻ, നമ്മൾ അങ്ങനെ ആ ഒരു ടോപ്പ് മിമിക്രി. നിങ്ങൾ മഹേഷേട്ടൻ മറ്റേ മുണ്ടുമുടി വന്നിട്ട് എത്ര പ്രാവശ്യം ബേസിലെ ഇട്ട് ബേസിൽ വന്നില്ലായിരുന്നു, ബേസിൽ അവിടെ ആയിരുന്നു, ബേസിൽ അത് പറഞ്ഞു. എന്താ പറഞ്ഞു നിങ്ങൾ തമ്മിൽ എത്ര സെറ്റാണ്. അല്ല, ഞാൻ അതിനെ പറ്റി ഒരുപാട് പറഞ്ഞിട്ടുണ്ടെന്നാണ് എനിക്ക് പറഞ്ഞത്. അതൊരു ഫ്രണ്ട്ഷിപ്പിന്റെ ബോധം നമ്മൾ പറയുന്നതാണ്. നമ്മൾ അങ്ങനെ ഈ സൗണ്ട് മാത്രം മിമിക്രിക്കാരനായിട്ട് അറിയപ്പെടാൻ നമ്മളൊരു എന്താ പറയുക, നമ്മൾ സന്തോഷം കൊണ്ട് ചെയ്തു പോകുന്നത്. അല്ല, ഇത് ശരിക്കും നമുക്കൊരു ആനന്ദം കിട്ടും. ഇപ്പൊ നമ്മൾ പറഞ്ഞു ഇത്ര നേരമാണെങ്കിൽ നമ്മൾ നമ്മളാണെങ്കിലും അറിയാണ്ട് ചിരിച്ചു. അതെ അതെ അതെ. ഞങ്ങൾ പിന്നെ സൈഡായിട്ട് നമ്മളൊരു ഡ്രസ്സിന്റെ അത് പറഞ്ഞോട്ടെ, നമുക്കൊരു കുട്ടീസ് എന്ന് വെച്ചൊരു ബ്രാൻഡ് ഉണ്ട് ബ്രോ. നമുക്ക് കുട്ടികളുടെ ഡ്രസ്സിന്റെ ആണ് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു വർഷമായിട്ട് നമ്മൾ അതിന്റെ പുറകെയായിരുന്നു. അതിന്റെ സ്റ്റിച്ചിങ്ങും പരിപാടിയും, അതിന് നല്ല മെറ്റീരിയൽ കണ്ടെത്തുക, അതൊക്കെ അതെല്ലാം പുറത്ത് നമ്മൾ സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്ന, സൂറത്തിൽ നിന്ന് സ്റ്റിച്ച് ചെയ്യിപ്പിക്കുന്നതാണ്. നമ്മൾ അതിന് മെറ്റീരിയൽ എടുത്ത് കൊടുക്കും. കുറെ ആഗ്രഹമാണ് നമ്മൾ സ്വന്തമായിട്ട് എന്തെങ്കിലുമൊക്കെ പുതിയ നമ്മൾ എറണാകുളത്തെ എല്ലാ കടകളും നമ്മൾ കൊടുത്തു വരുന്നുണ്ട്. ഡിസ്ട്രിബ്യൂഷൻ ആണ്, ഡയറക്റ്റ് ഡിസ്ട്രിബ്യൂഷൻ ആണ്. അപ്പൊ അതാണ് കോൺടാക്ട് ചെയ്യാം. പിന്നെ നമ്പർ വിളിച്ചോട്ടോ. അപ്പൊ നമുക്ക് കുട്ടികളുടെ ഏത് ടൈപ്പ് സംഭവങ്ങളുണ്ട് കേട്ടോ. കുട്ടികളുടെ പിന്നെ നമുക്ക് ഫാമിലിയെ പറ്റി അറിയണമെന്ന് ആഗ്രഹമുണ്ട്. ഫാമിലി ഇപ്പം മാരീഡായോ? ഇല്ലില്ല, കല്യാണം ആയിട്ടില്ല. കല്യാണം കഴിച്ചിട്ടില്ലേ? ഇല്ലില്ല. കുട്ടിയൊക്കെ അറിയില്ല. കല്യാണം അത് ഭയങ്കര സെറ്റപ്പ് കേട്ടോ. കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ ഉടനെ കുട്ടികൾ ഉണ്ടാവണമെന്നാണ് ഇവരുടെ പേര്. ഞാനൊക്കെ പോയിട്ട് കുട്ടീസ് ബ്രാൻഡ് അന്ന് ലോഞ്ച് ചെയ്യുമ്പോൾ പിള്ളേരൊക്കെ ആയ അല്ല, നമ്മൾ കുട്ടികളുടെ ഒരു നമുക്കിപ്പോ കുട്ടികളെന്ന് പറയുന്നത് എല്ലാവർക്കും ഇപ്പൊ പ്രായം ആരുടെ ഡ്രസ്സ് അവിടെ കിട്ടും. കുട്ടീസിന് വേണ്ടിട്ട്, കുട്ടികൾക്ക് വേണ്ടിട്ട് സംഭവം നമുക്ക് തുടങ്ങുന്നത് ഭയങ്കര ആഗ്രഹം. ഇപ്പൊ എല്ലാം ഉണ്ട്, ടോയ്സ് ഉണ്ട്, എല്ലാ സംഭവം ഉണ്ട് നമുക്ക്. വീട്ടിൽ പപ്പ മമ്മി പെങ്ങളുണ്ട്. പെങ്ങള് പുറത്ത് കാര്യങ്ങളൊക്കെ പോകുന്നു, നന്നായിട്ട് പോകുന്നു. അപ്പൊ ഇവിടെ നമ്മുടെ ജീവാമിൽക്കിലാണ് ജോലി ചെയ്യുന്നത്, കോതമംഗലം. അമ്മ ജോലിയൊന്നുമില്ല. എല്ലാവരും ജോലി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എറണാകുളത്താണ് ബേസിക്കലി. എറണാകുളത്തെന്ന് പറഞ്ഞാൽ നമ്മളവിടെ എറണാകുളത്ത് നമ്മുടെ കാര്യങ്ങളൊക്കെ ആയിട്ട് പോകും. ഇടയ്ക്ക് സൺഡേ സാറ്റർഡേ നമ്മൾ എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണം. അതെ, അതാണ് നമ്മളെല്ലാവരും സന്തോഷം. എല്ലാവരും ഹാപ്പി ആയിട്ട് ഇരിക്കണം. നമ്മൾ പറഞ്ഞാൽ ഒരാൾക്ക് നമുക്ക് പ്രശ്നം ഉണ്ടാവരുത്. മൈൻഡ് അടുത്ത പ്രോഗ്രാംസ് എവിടെയാണ് നമ്മുടെ നാട്ടിൽ നിയർ ബൈ എവിടെയെങ്കിലും പരിപാടികൾ വരുന്നുണ്ട് നമ്മുടെ നാട്ടിലുണ്ട്. അതെ, എന്തെങ്കിലും പരിപാടികളൊക്കെ ഉണ്ടെങ്കിൽ ബേസിൽ ഡയറക്റ്റ് വിളിക്കുക. ഞാൻ ഒരു പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് ഒന്നും അല്ല കേട്ടോ. ഞാൻ പറഞ്ഞ ഇങ്ങനെ പ്രോഗ്രാമിന് വേണ്ടി, പക്ഷെ പ്രോഗ്രാമിൽ ചെന്ന് കഴിഞ്ഞാൽ പുള്ളിയാണ് പ്രൊഫഷണൽ. അല്ലല്ല, ഞാൻ സത്യം പറഞ്ഞാൽ ഇവന്റെ എല്ലാവരും വിചാരം ഞാൻ ഈ പ്രോഗ്രാം കൊണ്ടാണ് ജീവിക്കുന്നത്, അങ്ങനെ ഒരു സെറ്റപ്പ് ഉണ്ട്. അങ്ങനെയല്ല കേട്ടോ. പ്രൊഫഷണൽ ആർട്ടിസ്റ്റ് അല്ല ഞാൻ. പ്രൊഫഷണൽ ആവണം, വളർന്നു വരുന്ന പ്രൊഫഷണലായി നമ്മൾ നിങ്ങൾ വലിയൊരു ഉയരത്തിലേക്ക് എത്തണം നമ്മുടെ ആഗ്രഹം. അത് ആയില്ല എന്ന് പറഞ്ഞാൽ ആയി ഏകദേശം നിങ്ങൾ ആ ഒരു റേഞ്ചിലേക്ക് എത്തിയിരുന്നു. നമ്മൾ ആയില്ല നിങ്ങൾ ബ്രാൻഡ് വെച്ച് കളറത് അല്ല, കട്ട് ചെയ്യില്ല, ഡയറക്റ്റ് വിടും. അതെ, ഡബിങ് കാര്യങ്ങൾ അങ്ങനെയൊക്കെ പോകുന്നുണ്ട്. മറ്റേ സിനിമയിലൊക്കെ ഡബിങ് കൊടുക്കുന്നുണ്ടോ? സിനിമയിൽ നമ്മളിങ്ങനെ ട്രാക്ക് ഡബ് ചെയ്യുമ്പോൾ ആഡ് ഫിലിം ഇപ്പൊ കല്യാൺ സിൽക്സിന്റെ ഓണർ ഉണ്ടല്ലോ, പുള്ളിക്ക് വേണ്ടി ഞാൻ ഡബ് ചെയ്തു. മെയിൻ കല്യാണിന്റെ ഉണ്ടല്ലോ, അത് ഞാൻ ആ സമയത്ത് ഞാൻ പുള്ളിയുടെ സൗണ്ട് എങ്ങനെയായിരുന്നു ഇതാണ് സംഭവം. പുള്ളിയുടെ സൗണ്ട് ഞാൻ തൊണ്ണയെ പിടിച്ചാട്ടാ ചെയ്തേ. ഇത്രയും വലിയ പട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അങ്ങനെയായിട്ട് പട്ടാഭിരാമന്റെ ഒരു സംഭവമാണ് അത്. നമ്മൾ ആ സമയത്ത് പഠിച്ചതാണ്. അപ്പൊ അങ്ങനെ ലാലേട്ടൻ ആരെങ്കിലും വരും? ഏത് ലാലേട്ടൻ മോഹൻലാൽ എന്തെങ്കിലും സീരീസ് എന്തെങ്കിലും ചെറിയ സെറ്റപ്പ് ചെയ്യാൻ പറ്റും? എന്റെ ബ്രോ, ഞാൻ അങ്ങനെ സൗണ്ട് ഇപ്പൊ അങ്ങനെ നമ്മൾ ചില സ്പെഷ്യൽ ആയിട്ടുള്ള ആൾക്കാർ നമ്മൾ എടുക്കാറുള്ളൂ. അതൊക്കെ ട്രോളിന് വേണ്ടിയിട്ട് എടുക്കുന്ന സാധനങ്ങളല്ലേ. ലാലേട്ടന്റെ എന്താ വേണ്ടേ? വെറൈറ്റി ആയിട്ടെന്തെങ്കിലും വെറൈറ്റി എന്ന് പറഞ്ഞാൽ എന്താ നിങ്ങൾ പറഞ്ഞോ? അല്ല, ബേസിൽ ബ്രോ നിങ്ങളെ രീതിയിൽ പറഞ്ഞു പോരട്ടെ. കൈന്നെടുക്കുക എന്താ ലാലേട്ടനെ കാണുവാണെങ്കില. അല്ല, ഇപ്പൊ ലാലേട്ടന്റെ സ്റ്റൈലാട്ടോ ചെയ്യാൻ പോകണം. ഇപ്പൊ ലാലേട്ടന്റെ രാജുവിന്റെ ഒക്കെ പൃഥ്വിരാജിന്റെ ഒക്കെ സ്റ്റൈൽ. ഇപ്പൊ ലാലേട്ടനും പൃഥ്വിരാജും ഒക്കെ ഒരുമിച്ചൊരു ഇതാ ബ്രോ മണിച്ചനെ ചോട്ടുക. അപ്പൊ ഞാൻ കാണിച്ചു തരാം. സൗണ്ട് ഒന്നും അല്ല, ഒരു സ്റ്റൈലാട്ടോ. സൗണ്ട് ബിഗ് ബോസിലൊക്കെ ലാലേട്ടനുണ്ടല്ലോ, ഒരു സ്റ്റൈലാണ്.
എന്താ മോനെ ഇതെന്താ സംഭവം? ചലഞ്ച് മണി ചലഞ്ച്. മണിയുണ്ടോ? മണിയുണ്ട്. ഓക്കെ. 50-നുണ്ട്, 10-നുണ്ട്. എത്രയാ മണി? ഇത് ഞാൻ എണ്ണാറില്ല, ആന്റണിയാണ് സാധാരണ. കുഴപ്പമില്ല മോനെ. എന്താ മോന്റെ പേരെന്താ? ബിബിൻ. ബിബിൻ. ബിബി ടെക്കാൻ ബ്ലോഗ്സ് ആണ് ചാനലിലെ പേര്. ഏതാ? ബിബി ടെക്കാൻ ബ്ലോഗ്സ്. ബിബി ടെക്കാൻ ബ്ലോഗ്സ്. ബിബി ടെക് ആൻഡ് ബ്ലോഗ്സ്. ഓക്കെ. അപ്പൊ പുള്ളി ഇത് പറയുമ്പോൾ പുള്ളിയുടെ ഒരു സ്റ്റൈലുണ്ട്. മോദിക്ക് ലാലേട്ടാന്ന് വിളിക്കണം കേട്ടോ. ലാലേട്ടാ. ആ ലാലേട്ടാ. പറഞ്ഞോ. ഇത് എണ്ണുന്നുണ്ടോ? ഇവിടെ ഇത്രയും പൈസയുടെ ആവശ്യമില്ല മോനെ. പിന്നെ വേറെ രാജു ഇവിടെ ഉണ്ട് മോനെ. ഒന്ന് നിൽക്കടുത്തെ. ശരി, രാജ് സാർ. രാജ് സാറല്ലേ? എന്താ മണി ചലഞ്ച്. എന്താ? മണി ചലഞ്ച് പങ്കെടുക്കാൻ താല്പര്യമുണ്ട്. മണി ചലഞ്ച്. ഓക്കെ. ക്യാഷ് ആണോ? ക്യാഷ്. ഞാൻ അങ്ങനെ പൈസ അങ്ങനെ മെഷീൻ ഉണ്ട്, നോട്ടുള്ളത്. ജസ്റ്റ് ഒന്ന് അമ്മ എണ്ണുന്നുണ്ടോ? അപ്പൊ അമ്മ ഉണ്ടാവും കൂടെ. മല്ലിക ചേച്ചി ഉണ്ടാവും കേട്ടോ. ഞാൻ എണ്ണണോ അമ്മ എണ്ണണോ? ഒരു കാര്യം ചെയ്യാം, ഞാൻ അമ്മയ്ക്ക് ആദ്യം കൊടുത്തിട്ട് അമ്മയ്ക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ ഞാൻ എണ്ണ. ഓക്കെ ലാലേട്ടാ, ഞാൻ ഷോർട്ട് റെഡി. ഇപ്പൊ അങ്ങോട്ട് പോയവര് അമ്മ ഒരു കേട്ടോ. അയ്യോ എന്റെ പൊന്നു പോലെ എത്ര കേട്ടോ? കുറച്ച് കാശുണ്ട്. അയ്യോ ഇത്രയും പൈസ കേട്ടോ പോലെ അമ്മയ്ക്ക് എനിക്ക് 10 രൂപ നോട്ട് മതി. ഇത് മുഴുവൻ അമ്മയ്ക്കാ. ഇനി എണ്ണേണ്ട ആവശ്യമൊന്നുമല്ല. എത്ര എനിക്കറിയാം. അയ്യോ എന്റെ പൊന്നു. ഞാനേ മെയിനായിട്ട് സംഭവം ഇങ്ങനെ ട്രോള്, നമ്മൾ കുറെ ട്രോൾ മെറ്റീരിയൽ ഇങ്ങനെ ചെയ്യാം. സൗണ്ട് അങ്ങനെ അധികം പെർഫെക്ഷൻ ഒന്നും അല്ല, നമ്മൾ ചെയ്യാൻ ഇഷ്ടമുള്ള സാധനങ്ങൾ ചെയ്യുന്നത്. ജയസൂര്യ ആണെങ്കിൽ വേറെ സ്റ്റൈല കേട്ടോ. ജയസൂര്യ ആണെങ്കിൽ വേറെ സ്റ്റൈല. പുള്ളിയുടെ ഇതുണ്ടല്ലോ വെച്ചിട്ട് ഇപ്പൊ ജയേട്ടൻ വിളിക്കണേ. ജേട്ടാ. മണി ചലഞ്ച്. എന്താ മണി ചലഞ്ച് പങ്കെടുക്കണ്ടോ? എടാ മോനെ, എന്തിനാണ് മണി? മണി ചലഞ്ചാണ് മോനെ. നമ്മുടെ ജീവിതത്തിൽ നമുക്ക് മണിയുടെ ആവശ്യമില്ല. ചലഞ്ച് ഒരു ചലഞ്ചൊക്കെ നമുക്ക് ജീവിതത്തിൽ ഉണ്ടാവുമല്ലോ. അവർ ശരി തോന്നിക്കാം. പിന്നെ ജയറാമേട്ടൻ എന്ന് വിചാരിക്കും. എന്താ മണി ചലഞ്ച്? മണി ചലഞ്ച്. ഓക്കെ, ഒരുപാട് പൈസ ഉണ്ടല്ലോ. ഓക്കെ, ഞാനൊരു കാര്യം ചെയ്യാം, ആദ്യം കണ്ണൻ എണ്ണട്ടെ, എന്നിട്ട് ഞാൻ എണ്ണാം. അല്ലെങ്കിൽ ഞാൻ ആദ്യം. ഓക്കെ, ഇത് ഒരുപാടുണ്ടല്ലോ. ഓക്കെ, ഏതാ മോനെ ആദ്യം എണ്ണട്ടെ? ഇപ്പൊ പൈസ എണ്ണാനുള്ളൊരു മടിയുണ്ടേ. മെഷീൻ വന്ന പിന്നെ ഒരു കാര്യം ചെയ്യും, ഞാനൊരു 50-ന്റെ നോട്ട് ആദ്യം എണ്ണാം. ഓക്കെ, 1 2 3 4 5 6 7 8 9 10 11 ഓക്കെ, കൈവച്ചോ. അല്ല പൈസ ഉണ്ടേ? എനിക്ക് വേണ്ട, എനിക്ക് ആവശ്യത്തിൽ കൂടുതൽ പൈസ ഉണ്ട് മോനെ. പൈസ ഉള്ളത് കൊണ്ട് ഇപ്പൊ അകത്ത് കിടക്കേണ്ട അവസ്ഥ. നമ്മുടെ മണി ചലഞ്ചിനും പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിളിച്ചപ്പോൾ ഓടിയെത്തി ബേസിൽ ബ്രോ. നിങ്ങളുടെ മുമ്പിലേക്ക് നമ്മുടെ ബേസിലിന്റെ വിശേഷങ്ങളൊക്കെ ആയിട്ട് എത്തി. നമ്മളെ കുറച്ച് സീരിയസ് ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിച്ചു തന്നു. വളരെ സന്തോഷം. സീരിയസ് ആയിരുന്നു തമാശ. തമാശകൾ സീരിയസ് ആയി പോയത്. അപ്പൊ എന്തായാലും വളരെ സന്തോഷം. ഞാൻ പറയട്ടെ, ഒരുപാട് സന്തോഷം കണ്ടു. ഞാൻ നമ്മളിങ്ങനെ ഇന്റർവ്യൂ ഒക്കെ ചെയ്യുമ്പോൾ വളരെ ഫണ്ണായിട്ട് അല്ലെങ്കിൽ നമ്മളിങ്ങനെ നാച്ചുറൽ ആയിട്ട് ചെയ്യാന്നൊരു സംഭവമാണ്. നമ്മുടെ പരിപാടി എല്ലാം അടിപൊളിയാണ്. ഒരുപാട് സന്തോഷം. നമ്മുടെ വീഡിയോസ് കാണാറുണ്ട്? പിന്നെ എല്ലാം കാണാറുണ്ട്. നമ്മുടെ സപ്പോർട്ടിംഗ് ചാനൽ VPN ന്യൂസിനെ പറ്റി എന്താ അഭിപ്രായം ബ്രോ? അത് സത്യം പറഞ്ഞാൽ അത് എല്ലാവർക്കും അറിയാം. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ വാട്സപ്പിലൂടെയും പുതിയ അപ്ഡേഷൻസ്, പുതിയ ന്യൂസുകൾ കിട്ടുന്ന ഏറ്റവും വലിയ ചാനലാണ് VPN ന്യൂസ്. അപ്പൊ ഞാൻ ഇപ്പൊ പുറത്ത് നമ്മൾ ചെല്ലുമ്പോഴേക്കും ആൾക്കാർക്ക് VPN ന്യൂസ് നമുക്ക് വണ്ണപ്പുറം അതാണ് ഫേമസ് ആയിട്ടുള്ളത്. സീരിയസ്ലി താങ്ക് യു. എന്തായാലും സാറോ താങ്ക് യു ബ്രോ. കാരണം വെച്ചാൽ നമുക്കത് ഒരു അഭിമാനമാണ്. കാരണം വെച്ചാൽ നമ്മുടെ വണ്ണപ്പുറത്തെ എല്ലാ കാര്യങ്ങളും മറ്റുള്ളവരിലേക്ക് എത്തിക്കുക. ബ്രോഡാണോ SB ഇലക്ട്രിക്കൽ ഷോപ്പാണ് നമ്മള് വണ്ണപ്പുറത്തുള്ള. അപ്പൊ നമ്മുടെ ചെറുപ്പം മുതൽ ഞാനൊക്കെ നമ്മൾ വണ്ണപ്പുറത്തുള്ള സമയത്തൊക്കെ ഈ ഇലക്ട്രിക് ഇത് കേട്ടിട്ടുണ്ട്, ഇലക്ട്രോണിക്സ് കട. ഇതാരുടെയാന്നുള്ള ഒരു കൺഫ്യൂഷൻ ഉണ്ടായിരുന്നു. അപ്പൊ നമ്മളാണ് ഇത് ചെയ്യുന്നത്. അതങ്ങനെ പോകുന്നു. അപ്പൊ ഇഷ്ടം പോലെ പൈസ കിട്ടുക. സന്തോഷം. അപ്പൊ ഇനി പുതിയ വീഡിയോ കാണാം. പുതിയൊരാളായിട്ട് കാണുന്നവരിക്കും. ഇറ്റ്സ് മീ ബിബിൻ. ബൈ.